ബിഗ് ബോസ് വിന്നറിനുള്ള കപ്പ് കൂടാതെ അഭിനയത്തിനൊരു ചായക്കപ്പെങ്കിലും കൊടുക്കേണ്ടതാണ് കേട്ടോ. മറ്റേ ആർക്കുമല്ല, ശ്രീരേഖയ്ക്ക്. ഇങ്ങനെ മാർക്ക് ചെയ്യുമോ? അഭിനയത്തിന് മുൻപന്തിയിലാണ്. ഇപ്പൊ രാവിലെ മുതൽ ക്യാമറ നോക്കി കരച്ചിലോട് കരച്ചിലാണ്. കാര്യമൊന്നുമില്ല. ഇത് വെറുതെ ഉള്ള കരച്ചിലാണോ അതോ മനസ്സ് നൊന്തുള്ള കരച്ചിലാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വിഷയം ഇതാണ്. ഇന്നലെ രാത്രിയില് അവിടെ ഇവര് പവർ ടീമിലുള്ള ആളാണല്ലോ നന്ദനയും ശ്രീരേഖയല്ല. പവർ ടീമിന് കൊടുത്തിരുന്ന ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ അതിന്റെ കവറ് മാത്രമേ ഉള്ളൂ. നന്ദനയാണ് കഴിക്കാൻ നോക്കിയത്. നന്ദന അപ്പം ചോദിച്ചു, അയ്യോ ചേച്ചി ഇതിനകത്തിരുന്ന ഐസ്ക്രീം എന്തിയേ? ശരണ്യയോടാണ് ചോദിച്ചത്. ശരണ്യ പറഞ്ഞു, എനിക്കറിയത്തില്ല, എല്ലാവരോടും ചോദിരുന്നേ, മറ്റുള്ളവരോട് ചോദിര് ആരെടുത്തെന്നുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീരേഖ ഓടി വന്ന് പറഞ്ഞു, ഐസ്ക്രീം ഞാനാണ് കഴിച്ചത്. അപ്പം നന്ദന പറയുന്നുണ്ട്, അയ്യോ ചേച്ചി എന്ന് പറയണ്ടായിരുന്നു കഴിച്ച സമയത്ത്. അല്ല, ഞാനിവിടെ ഇപ്പം മറ്റുള്ളവരും ഇത് അറിഞ്ഞു കാണത്തില്ല, അല്ലെ ഞാൻ എല്ലാവരോടും ചോദിക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ നന്ദന പറഞ്ഞു. അപ്പോഴത്തേനും ശ്രീരേഖ, നിങ്ങളൊക്കെ എന്തെല്ലാം കഴിക്കുന്നുണ്ട് ഇവിടെ, മുട്ട കഴിക്കുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്, ഞാൻ ഇതാരോടും ചോദിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ശ്രീരേഖ കുറെ പറഞ്ഞു. അപ്പം നന്ദന ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ ഈ വിഷയം മാറ്റിക്കൊണ്ടുപോകുന്നത്? ഞാൻ ചോദിച്ചത് എന്തുവാ, ചേച്ചി എന്തിനാ അത് ഇതുമൊക്കെ ഈ പറയുന്നത്? അപ്പം ശ്രീരേഖ വീണ്ടും പറയുന്നത്, നീ അങ്ങനെ ചോദിച്ചില്ലേ, ഞാൻ കഴിച്ചേനല്ലേ എന്നുള്ള രീതിയിൽ അവിടെ ചോദ്യമായി. അപ്പം നന്ദന ഒരു വാക്ക് പറഞ്ഞു, ഞാൻ എന്തുവായി ചോദിച്ചത്, ചേച്ചി എന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ എന്താന്നുള്ളത് എനിക്കും അറിയാം, മുകളിലിരിക്കുന്ന ശ്രീകൃഷ്ണനും അറിയാം, എൻ്റെ അച്ഛനും ബോധിപ്പിക്കണം, ഇത്രയും പേരെ എനിക്ക് ബോധിപ്പിച്ചാൽ മതി എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോഴത്തേനും ശ്രീരേഖ അതേ പിടിച്ചു. എന്തിനാ അവൾ ഈ അച്ഛൻ്റെയോട് പറയുമെന്ന് പറയുന്നത്, അച്ഛൻ്റെ വാക്ക് എന്തിനാ അവിടെ ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട്, അതായത് നാണക്കേടായി പോയി എന്നുള്ളത് കണ്ടു പുള്ളിക്കാരത്തേക്ക്. അതുകൊണ്ടാണ് ഇത്രയും ബഹളം ഉണ്ടാക്കി. എന്തായാലും കൊള്ളാം, രാവിലെ എനിക്ക് ഇവിടുന്ന് പോകണം, അങ്ങനെയാ ഇങ്ങനെയാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലുമാണ്. ആക്ടിങ്ങിൽ ഏതായാലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുമാണല്ലോ ശ്രീരേഖ.